വരുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ നിയമം കൂടി ഉണ്ടാവും. ഇപ്പം എനിക്ക് പറയാൻ നേരമില്ല. ദൂര സ്ഥലത്തേക്ക് പെണ്ണുങ്ങൾ ഒരു സുന്നത്തായ കാര്യത്തിന് യാത്ര പോകാമോ? പോകാം. ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധത്തിന് മാത്രമേ പോകാം. പക്ഷേ മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറക്കണം. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല. അവളോടൊപ്പം ഭർത്താവോ മഹ്റമോ കൂടെ ഉണ്ടാവണം, എന്നാലേ ആ യാത്ര അനുവദനീയമാകുള്ളൂ. ലാ തുസാഫിരിൽ മർഅത്തു ഇല്ലാ മഅ സീ മഹ്റമിൻ. അതേസമയം സ്വന്തം ഗ്രാമത്തിൽ അവിടെ മദ്രസയിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മദ്രസയിൽ ഒരു സലാത്ത് മജ്ലിസ് നടക്കുന്നുണ്ട്. ആ ഗ്രാമത്തിൽ നിന്ന് വീട്ടിൽ നിന്നൊരു പെണ്ണിറങ്ങി ആ മദ്രസയിലെ സലാത്തിന് പോവുകയാണെങ്കിൽ അവിടെയും പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട മറകളും മറ്റൊക്കെ വേണം. ഓൾ ഒറ്റക്കുണ്ട് പോയി പോന്നു എന്നതുകൊണ്ട് വേറെ ഫിത്രയുടെ ഒരു സാഹചര്യം ഒന്നും അവിടെ നിലവിലില്ലെങ്കിൽ അത് ഹറാമില്ല. കാരണം അത് സഫറല്ല. സ്വന്തം ഗ്രാമം വിട്ടുകൊണ്ടൊരിടത്തേക്ക് പോവുകയാണെങ്കിൽ കൂടെ ഭർത്താവോ മഹ്റമുകളോ വേണം. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറ്, ഓരോ നാട്ടിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി നമ്മൾക്ക് പരമാവധി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പഠിപ്പിക്കാനുള്ള വനിതാ സ്ഥാപനം നമ്മുടെ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കണം, ഗവൺമെൻറ്റിൻ്റെ അനുവാദം വാങ്ങിയിട്ട്. അതുപോലെ ഓരോ ഗ്രാമത്തിലും ഒരു ദിക്റിൻ്റെ ആത്മീയ മജ്ലിസ് നല്ലതാണ്. സ്ത്രീകൾക്കും കൂടി അതിൽ പങ്കെടുക്കാനുള്ള അവസരം മറയൊക്കെ വെച്ചുകൊണ്ട് സഫറിൻ്റെ പ്രശ്നം ഉണ്ടാകില്ല. അവിടെയും മറ സ്ഥാപിക്കണം. പണ്ടൊക്കെ ആണുങ്ങൾ ഉസ്താദുമാർ പെണ്ണുങ്ങൾക്ക് ക്ലാസ് കൊടുക്കുമ്പോൾ ഞാനും ചിലപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കലുണ്ട്. പൊതുവെ മദ്രസയിലൊക്കെ പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് ഏത് വെച്ചുകൊണ്ടാണ്? ഒരു കർട്ടൻ ഉണ്ടാവും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് ചിലപ്പോൾ ആടുണ്ടോ എന്നൊക്കെ ഒരു നേരിൽ ചിലപ്പോൾ കാണും. ഒരു ശരീരത്തിൻ്റെ നിറം കാണുന്ന രൂപത്തിൽ കാണാത്തൊരു മറ. ഇപ്പം ചിലരൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ മറ കെട്ടയക്കല. മറൊന്നും ആവശ്യമില്ല. എന്തിനാണത്? പരമാവധി ഇസ്ലാമിക രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നിടത്ത് മറ വേണമെന്ന് പറയാനാണ് നമ്മൾ മനസ്സ് കാണിക്കേണ്ടത്, ഉള്ള മറ അയപ്പിക്കാനല്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ക്ലാസ് നടത്തുന്നിടത്തൊക്കെ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് നല്ല തക്കവയുള്ള ആളാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും അവിടെ ഹിജാബ് വെച്ചുകൊണ്ട് ആ കർട്ടൻ കെട്ടിക്കൊണ്ടുമാണ് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കേണ്ടത്. ആ കർട്ടനും ഹിജാബൊന്നുമില്ലാതെ ആണും പെണ്ണും ഒന്നിച്ചിങ്ങനെ ഒരു കസേരയിലാണ്, പുറത്തൊരു കസേരയിൽ പെണ്ണ്, ഇങ്ങനെ ഒരു കൂടിക്കലർന്നുകൊണ്ടുള്ള രീതി ഞാൻ തൊട്ടൊരു